യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് തിരുവചനം സംസാരിക്കുന്നത് പാസ്റ്റർ ബാബു മോസസ് ആണ്. അതിനു മുമ്പ് വത്സ സിസ്റ്റർ കൊളോസ്യ ലേഖനം 1 അധ്യായം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സിന്റെ അവസാനം പറയാം കേട്ടോ. ഓക്കെ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസൻ ബാബു മോസസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മ്യൂട്ടാണ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കേൾക്കാമല്ലോ? യെസ്. കുറച്ച് ശബ്ദം അല്പം പതുക്കെയാണെന്നുള്ളൂ. ഓക്കെ. ഓക്കെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ദയമായ കർത്താവ്. വീഡിയോ ഓഫ് ആക്കണ്ട കേട്ടോ പാസ്റ്ററെ, വീഡിയോ ഉണ്ടായിക്കോ. ഓക്കെ. നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദയമായ കർത്താവ് നൽകി തന്ന അവസരത്തിനായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തൃദാസന്മാർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ പ്രധാനമായി എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. എഫെസ്യ ലേഖനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ 2 പ്രധാന പ്രാർത്ഥനകൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൽ പ്രാരംഭ പ്രാർത്ഥനയും 3-ാം അധ്യായത്തിൽ 2ാമത്തെ പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രാർത്ഥനയിൽ പൗലോസ് അല്ലെങ്കിൽ ദൈവജനങ്ങൾ എപ്രകാരം ആണ് വളർന്നു വരേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ കാണുന്ന ദൈവസഭകളിൽ കാണുന്ന പല പ്രാർത്ഥനകളും പലപ്പോഴും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള, പ്രോസ്പെരിറ്റിയിലേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ താൻ ആ വക കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 16-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടുകൂടെ ബലപ്പെടണം. ദൈവസൃഷ്ടികളായ മനുഷ്യരിൽ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ദേഹം, ദേഹി, ആത്മാവ്. ഈ ആത്മാവിനെ ബൈബിളിൽ അകത്തെ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നല്ല ഒരു കാറ് കൊടുക്കണമേ കർത്താവേ, അല്ലെങ്കിൽ നല്ലൊരു വീട് കൊടുക്കണമേ കർത്താവേ. കാറും വീടും ഒന്നും തെറ്റല്ല, എങ്കിൽ പോലും അതൊന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം. പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടുകൂടെ ബലപ്പെടണം. അപ്പൊ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടുകൂടെ ബലപ്പെടണം. ഓരോ ദൈവമക്കളും ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വിഷയം അതായിരിക്കണം: എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനിടയായിത്തീരണം. പുറത്തെ മനുഷ്യന് ആവശ്യമായതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 3 നേരവും 4 നേരവും ഓരോരുത്തർക്ക് അവരവരുടെ സൗകര്യം പോലെ പുറത്തെ മനുഷ്യനെ പോറ്റി പുലർത്തുവാൻ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ പരാതി പറയുന്നത് കേൾക്കാറുണ്ട്: ഈ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, ഈ കുഞ്ഞ് ഒന്നും കഴിക്കുന്നില്ല, കഴിക്കാൻ കൊടുത്താൽ വേണ്ട.
അങ്ങനെ പറഞ്ഞ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ കുട്ടിയെ ആ വെയിങ് മെഷീനിൽ ഒന്ന് വെക്ക്, നോക്കട്ടെ എത്രയോ തൂക്കമുണ്ടോ. നോക്കിയപ്പോൾ ഉണ്ട് ഓവർ വെയിറ്റാ. അഥവാ പ്രായത്തിന് അനുസരിച്ച് ഉള്ള തൂക്കത്തെക്കാളും കൂടുതലാ. എന്നിട്ടും അമ്മയ്ക്ക് പരാതി തീരുന്നില്ല. കൊച്ചൊന്നും കഴിക്കുന്നില്ല, കൊച്ചിന് എന്തില്ല, ആ ബലം പോരാ, ശക്തി പോരാ, ക്ഷീണമാണ്, പരാതികളുടെ കൂമ്പാരം. പക്ഷെ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓവർ വെയിറ്റ് ആണ്, അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പൊ പുറത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ ആവശ്യമായതെല്ലാം നമുക്ക് അതിന് സാമ്പത്തിക കഴിവില്ലെങ്കിൽ കടം വാങ്ങിച്ചൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്നതിൽ ഒക്കെ വളരെ മിടുക്കരായ ആളുകളാണ്. പക്ഷേ ഒരു കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അകത്തെ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ രാത്രികാലം നല്ലതാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെട്ടിട്ടുണ്ടോ, അതോ അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ടോ? തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ തീത്തോസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരും. ശാരീരികമായുള്ള ആരോഗ്യം അത്യാവശ്യമാ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നന്നായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയും. അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വിശ്വാസത്തിൽ നമുക്ക് ആരോഗ്യമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്രകാരം ഇരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ സോമാലിയയിലെ കുട്ടികളുടെ ചില ചിത്രങ്ങളൊക്കെ പണ്ട് നമ്മള് ചാനലുകളിലും അതുപോലെ തന്നെ ചിത്രങ്ങളായും ഒക്കെ വന്നത് കണ്ടു. പലപ്പോഴും ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ അകത്തെ മനുഷ്യന്റെ ഒരു ചിത്രം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കഴിയാത്തതിനായി സ്തോത്രം, കഴിഞ്ഞിരുന്നെങ്കിൽ സോമാലിയ പിള്ളേരെക്കാളും കഷ്ടമായി പോയേനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു ഞായറാഴ്ച ആരാധനയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലോ ഒക്കെ ഒതുങ്ങി നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യന് ജീവനുണ്ടോ, എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയുണ്ടോ എന്നൊന്നും ഉള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറയുക, അവര് ഭയങ്കര ദൈവസ്നേഹമുള്ളവരൊക്കെയായിരുന്നു ഒരു കാലഘട്ടം. ദൈവത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ചവരാ, അധ്വാനിച്ചവരാ. പക്ഷെ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു വിഷയത്തിനുമല്ല, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെങ്കിൽ എന്നാ വേണം? അതിന് വേണ്ട 1-2 കാര്യങ്ങൾ നമുക്കറിയാവുന്ന തന്നെയാണ്, എങ്കിലും ഞാൻ ഉദ്ധരിക്കുകയാണ്. ഒന്ന്, ദൈവവചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഭക്ഷണമായി തീരുന്നത്. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് കടന്നു വന്ന് ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യം നമുക്കറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ദൈവവചനത്താൽ ജീവിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും നിങ്ങളുടെ കട്ടിലക്കാലിന്മേലും അവിടെയും ഒക്കെ എന്തായിരിക്കണം? വചനമുണ്ടായിരിക്കണം. ആ വചനം നിങ്ങൾ പാലിക്കണം, അതനുസരിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബെരോവയിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവർ തെസ്സലോനിക്കുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരായി എന്ന് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വചനം വളരെ പ്രാധാന്യമാണ്. ഇന്ന് പലപ്പോഴും വചനത്തിനുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ട് മറ്റ് പലതിലേക്കും പോകുന്ന ഒരു അന്തരീക്ഷം സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെങ്കിൽ, അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്താൽ
പോഷിപ്പിക്കപ്പെടുന്നവനായിരിക്കണം. 119 സങ്കീർത്തനത്തിന്റെ 11 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. അല്ലെ? അപ്പോ വചനം ഉള്ളിൽ ഉള്ളവന് പാപത്തോട് താല്പര്യം കുറവായിരിക്കും. അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് ആ വചനം അവനോട് പറയും, ഇത് നമുക്ക് പറ്റിയതല്ല. അപ്പൊ വചനം ഉള്ളിലുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ, അതിനെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ 2 പാർട്ടുണ്ട്, നമുക്കറിയാവുന്നതാ. പക്ഷെ നമ്മൾ എന്ത് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നുവോ അതാ നമുക്ക് പുറത്ത് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ ദൈവവചനം ഉള്ളിലേക്ക് ഒരുവന്റെ കയറിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, യേശുവിനെ പ്രലോഭനങ്ങളുമായി സാത്താൻ സമീപിക്കാമെങ്കിൽ നമ്മളെ എത്രയധികം. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്നതിൽ, പ്രസംഗം കേൾക്കുന്നതിലല്ല, പ്രസംഗം കേൾക്കണം, മറ്റുള്ളവരിൽ കൂടെ പഠിക്കണം, പക്ഷെ വ്യക്തിപരമായി ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് ആത്മീക വർധന പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ചിലര് പറയാറുണ്ട്, വചനം എങ്ങനെയാ പഠിക്കുക? മനോരമയൊക്കെ വായിക്കുന്നത് പോലെ, മാതൃഭൂമി മറ്റു പത്രങ്ങളെ വായിക്കുന്നത് പോലെ വായിച്ചു വിടാനുള്ളതല്ല. ദൈവവചനം ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. ഒരു ഭാഗം വായിച്ച് ആ ഭാഗത്തിന് എന്നോട് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇതാര് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? എന്താണ് അവിടുത്തെ വിഷയം? ഞാൻ അനുസരിക്കേണ്ട എന്താ കൽപ്പനകളെ കുറിച്ച് എന്തെങ്കിലും അവിടെ പറയുന്നുണ്ടോ? എൻ്റെ ഉള്ളിലെ ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ആ വചനം ബോധ്യപ്പെടുത്തി തരുന്നുണ്ടോ? എനിക്ക് മാതൃകയാക്കാവുന്ന ഒരു സംഭവം അവിടെ ഉണ്ടോ എന്നിങ്ങനെ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ വാക്യങ്ങളോട് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി അവിടെ കിടപ്പുണ്ട്. അത് നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. പലരും പറയുന്ന ഒരു പരാതിയാണ്, ഞാനിപ്പോ വായിക്കാറുണ്ട്, പലതും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ വായിക്കുന്ന ഭാഗങ്ങളോട് വളരെ സിമ്പിളായ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചാൽ, ഞാൻ അനുസരിക്കേണ്ട എന്തെങ്കിലും ഒരു കൽപ്പന ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏറ്റുപറയേണ്ട എന്തെങ്കിലും ഒരു പാപം ഈ വായിച്ച വേദഭാഗത്തുണ്ടോ? എന്തെങ്കിലും മാതൃകയാക്കാൻ കൊള്ളാവുന്ന വിഷയം ഈ ഭാഗത്തുണ്ടോ? എന്തെങ്കിലും കൽപ്പന അനുസരിക്കേണ്ടതുണ്ടോ? എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും. അത് നമ്മൾ പ്രായോഗികമാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യകരമായി തീരും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 119 സങ്കീർത്തനത്തിലെ വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ വചനം. വചനം ഉള്ളിലുള്ളവനെ അവന്റെ ഉള്ളിലേക്ക് പാപത്തിന് കയറുവാൻ സാധ്യത കുറവ്. വചനം ഉള്ളിലുള്ള വ്യക്തിക്ക് പാപത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുവാനുള്ള സാധ്യത കുറവ്. അഥവാ ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടുവാൻ ഇടയായാൽ പോലും അവനെ ഉള്ളിൽ നിന്ന് ഒരു മന്ത്രണം കേൾക്കുവാനായിട്ട് കഴിയും. നോ നോ, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല, നീ ഓടിപ്പോകുക. നമുക്കറിയാം, യോസേഫിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വചനമൊന്നും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള സിസ്റ്റമില്ലാത്ത കാലഘട്ടമാണ്. ന്യായപ്രമാണം പോലും അന്ന് എഴുതപ്പെട്ടിട്ടില്ല. എന്നാലും അവന്റെ ഉള്ളിൽ ഒരു പ്രമാണമുണ്ടായിരുന്നു. അതുകൊണ്ട് യോസേഫ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിനെതിരായി എന്ത് ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല. സാഹചര്യം നിമിത്തം അവൻ അവിടെ പെട്ടുകിടക്കുകയും അവരർത്ഥത്തിൽ പറഞ്ഞു. പക്ഷെ അവന് പറയാൻ ഒരു കാര്യമുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തിനെതിരായി എന്ത് ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്ട് പല സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ ഒക്കെ അത് ലഭിച്ചിരിക്കും വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുമ്പ്. ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവും അവിടേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ഉള്ളിലുള്ള പാപസ്വഭാവങ്ങളെ അത് അകറ്റുന്നത് നമുക്ക് കാണുവാൻ. അപ്പൊ ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ, ദൈവമകനാണ്, ദൈവമകളാണ്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ നമ്മെ പരാജയപ്പെടുത്തുവാൻ പിശാച് വിവിധ തന്ത്രങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് അതിനെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. വചനത്താൽ ദൈവവചനം നമ്മെ അതിനെ പ്രാപ്തരാക്കി തീർക്കും. അപ്പൊ അതുകൊണ്ട്
അനുദിന ജീവിതത്തിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് എഫെസോസിലെ വിശ്വാസികളെ, നിങ്ങളെക്കുറിച്ച് എൻ്റെ വാഞ്ച, എൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ മാത്രമേ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളെ അതിജീവിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയൂ. മറ്റൊന്ന് നമുക്ക് വേണ്ടത് പ്രാർത്ഥനാ ജീവിതം. വചനത്തിലൂടെ നമ്മൾ വചനം വായിച്ചു, ദൈവം നമ്മളോട് സംസാരിക്കുന്നു. വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിച്ച നാം വചനത്തിലൂടെ ദൈവം പറയുന്നത് കേൾക്കുവാൻ തയ്യാറായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ, വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ. എന്തുകൊണ്ടാ ചെറിയ ഒരു പ്രതികൂലം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്കറേജായി അല്ലെങ്കിൽ നിരാശരായി വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം എന്താ? വചനത്തിൽ നമുക്ക് ആഴമേറിയ അറിവില്ല. വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കടന്നു പോകുന്നത് പോലെ വചനത്തെ സമീപിക്കുകയല്ല, മറിച്ച് എനിക്ക് ആരോഗ്യമുണ്ടാകുവാൻ ഈ വചനം ഡെയിലി ഞാൻ ഭക്ഷിക്കണം എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ കഴിയൂ. ദൈവവചനം ധ്യാനിക്കുകയും അതിപ്രകാരം ജീവിക്കുകയും നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിനെ പെട്ടെന്നൊന്നും ആക്രമിച്ച് തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. അവന്റെ മുഴു തന്ത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാം. പക്ഷേ ഒരു യഥാർത്ഥ ദൈവവൈതലിന് പറയുവാനായിട്ട് കഴിയുമില്ല. ദൈവവചനം എന്ന ആത്മാവിന്റെ കയ്യിലുണ്ട്. എഫെസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ കൈക്കൊണ്ട് ശത്രുവിന് നേരെ പോരാടുന്ന, പലപ്പോഴും നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ്. ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടി മാത്രമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യാന്നറിയാമോ? ശത്രുവിനെ ആക്രമിച്ച് തുരത്തുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും അകത്തെ മനുഷ്യന് ശക്തി വേണം, അകത്തെ മനുഷ്യന് വിശ്വാസത്തിൽ ആരോഗ്യം വേണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ലേ? എഫെസോസുകാരുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചിരുന്നില്ലേ? പക്ഷേ വസിച്ചിരുന്ന ക്രിസ്തു എപ്പോഴും ഉള്ളിലില്ലാത്ത അനുഭവത്തിലേക്ക് പലപ്പോഴും അവർ പോയി നമ്മൾ പോകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്പിയുടെ ഹൃദയത്തിൽ കാണുന്ന പോലെ ദൈവത്തിന് സിംഹാസനം കൊടുത്തിരുന്ന അല്ലെങ്കിൽ യേശുവിന് സിംഹാസനം കൊടുത്തിരുന്ന സ്ഥലത്ത് പിശാചിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവം അവിടെ നിന്ന് ഔട്ടാകും. വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും എന്ന് പറയുന്ന ആ തർജ്ജമയെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യുക. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. നോഹയുടെ പെട്ടകത്തിലേക്ക് വന്നും പോയി നിന്നുകൊണ്ടിരുന്ന കാക്കയെ പോലെയല്ല, സ്ഥിരമായി ദൈവം നമ്മളിൽ വസിക്കുന്ന, ദൈവത്തിന് വസിക്കുവാൻ കഴിയുന്ന ഒരു മന്ദിരമായി നാം തീർന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ വസിക്കുകയുള്ളൂ.
അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വസിക്കണം. എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്ന ഒരവസ്ഥ. ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, എപ്പോഴും എനിക്ക് ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം. ഇസ് ഇറ്റ് പോസിബിൾ? നോ. എപ്പോഴും ദൈവാലയത്തിൽ ഇരുന്നാൽ രാത്രിയാകുമ്പോ അവിടുത്തെ കാവൽക്കാരും അതുപോലെയുള്ള ആളുകളും വന്ന് രാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിന്ന് ഓടിപ്പിക്കും. കാരണം രാജാവ് രാജധാനിയിലാണ് വസിക്കേണ്ടത്. പുരോഹിതന്മാരോ അതിനോട് ബന്ധപ്പെട്ടവർക്ക് ദേവാലയ കാര്യങ്ങളിൽ അവിടെ എപ്പോഴും നിൽക്കാനേ അല്ലെങ്കിൽ ആ സമയത്ത് വരാൻ കഴിയും. പക്ഷെ തന്റെ മനസ്സിന്റെ ആഗ്രഹം ദൈവത്തോട് പറയുകയാണ്, എപ്പോഴും എനിക്ക് ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ എപ്പോഴത്തെയും ഹൃദയത്തിന്റെ ആഗ്രഹം, വാഞ്ച എന്താണ്? എപ്പോഴും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുവാൻ കഴിയും, എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ട് കഴിയും. ദൈവം ഇസ്രായേൽ മക്കളെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത ഈ ശ്രേഷ്ഠജാതി, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ് ഞാൻ. ഇത്രയും മഹത്വകരമായ ശ്രേഷ്ഠജാതിയേതുള്ളൂ. 1 പത്രോസ് 2:9 വരുമ്പോൾ പറയുന്നു, നാം രാജകീയ പുരോഹിത വർഗമാ, വിശുദ്ധ ജനമാ, സ്വന്തം ജനമാ, വിശുദ്ധ വംശമാ. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അത്രയും അടുത്തിരിക്കുന്ന വേറെ ഒരു ദൈവം ഈ ലോകത്തിലില്ല എന്ന് യഹൂദനോട് മാത്രമല്ല, അല്ലെങ്കിൽ ഇസ്രായേലിനോട് മാത്രമല്ല പറയുന്നത്, ദൈവമക്കളായ നമ്മോടും ദൈവത്തിന് പറയുവാനുള്ളത്, എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ സാഹചര്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാക്കണം എന്ന് എന്ത് ചെയ്യുന്നു? നമ്മളോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഏതാണ്? ക്രിസ്തുവിനെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മളുണ്ടാകും. അതില്ലാത്തപ്പോഴാണ് വചനത്തിനും വസിക്കുവാൻ സാധിക്കാത്തത്. വചനമില്ലാത്തപ്പോഴാണ് പിശാചിൻ തന്ത്രങ്ങളുമായി നമ്മെ നശിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും ഇല്ലാതെയാക്കുവാൻ, നശിപ്പിക്കുവാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് പൗലോസിന് എഫെസോസിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിന്ത ഇതായിരുന്നു, ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിക്കാൻ. നമ്മുടെ ഹൃദയങ്ങളിലും ക്രിസ്തുവിനെ സ്ഥിരമായി വസിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടായെങ്കിൽ മാത്രമേ പാപത്തോടകന്ന് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയും. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. മൂന്നാമതായി പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. വേര്, അടിസ്ഥാനം. ഒരു വൃക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേര്. നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അടിസ്ഥാനം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് സ്നേഹം എന്നുള്ളത്. എഫെസോസുകാർ സ്നേഹിക്കാൻ മിടുക്കുള്ളവരായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഫെസോസ് സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനും. അപ്പൊ സ്നേഹത്തിൽ കുറവുള്ളവരായിത്തി. അതിന്റെ അനന്തരഫലം എന്താ? ഇന്ന് നമുക്കറിയാം, എഫെസോസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തുർക്കിയിൽ എന്ന് പറയുന്ന രാജ്യത്ത
ആ രാജ്യം ഇപ്പൊ ആരുടെ കയ്യിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവിടെ എഫെസോസിൽ അന്ന് ഉണ്ടായിരുന്ന സഭയൊന്നും ഇന്നില്ല. അന്നത്തെ സഭ ഇന്നും ഉണ്ടാകത്തില്ല, അത് മറ്റൊരു വിഷയം. എങ്കിൽ പോലും ഇന്ന് അതുപോലത്തെ ഒരു ക്രൈസ്തവ സഭ അവിടെ ഇല്ലാതെ ആയതിന്റെ കാരണം എന്താ? ദൈവസ്നേഹത്തിൽ നിന്ന് അവർ മാറിപ്പോ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, പൗലോസിനെ ആഗ്രഹം എഫെസോസ് വിശ്വാസികളെ കുറിച്ച് താൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതാണ്, അവർ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നിയവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, വളരെ വ്യക്തമായ 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ദൈവസന്നിധിയിൽ ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ നാം ദൈവത്തോട് കൂടെ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുക. വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ, കാണുന്ന സഹോദരനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ എങ്ങനെ? സ്നേഹം ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അതൊരു അടിസ്ഥാനമാണ്, അതൊരു വേരാണ്. ഒരു വൃക്ഷത്തിന്റെ വേര് എത്രയോ അത്യന്താപേക്ഷിതമാണ്, അതുപോലെയാണ് വചനം. ഒരു കെട്ടിടത്തിന് എത്രയോ അത്യന്താപേക്ഷിതമാണ് അടിസ്ഥാനം. മറ്റൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? വേറൊരാൾ അതിനെക്കുറിച്ച് ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു, അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്തും ചെയ്യും. ശരിയാ, ശരിയായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പോയാൽ നീതിമാൻ എന്നുള്ള അവന്റെ പേര് മാറി അവന്റെ പേര് വേറെയൊക്കെ ആയിത്തീരും. അതുകൊണ്ട് ഈ രാത്രികാലം ദൈവവചനം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി, സ്നേഹത്തിൽ വേരൂന്നിയവരായി ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പൗലോസ് പറയാ, എനിക്ക് എഫെസോസ് വിശ്വാസികളെ കുറിച്ചുള്ള ആഗ്രഹമാണ് അവരുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടും. ക്രിസ്തു എപ്പോഴും അവരുടെ ഹൃദയത്തിൽ വസിക്കും. അവർ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നിയവരായി. അതിനുശേഷം ഒന്നും കൂടെ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം. മറ്റൊരിടത്തിൽ പറഞ്ഞാൽ പറയുക, നിങ്ങൾ സ്നേഹത്തെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തൂ. ലോകസ്നേഹത്തെക്കുറിച്ചല്ല, ദൈവസ്നേഹത്തെക്കുറിച്ച്. ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് പോയി അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വളരെ സ്നേഹമാണ് എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങിയവരൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേട്ടു. അപ്പൊ ലോകം തരുന്ന സ്നേഹം, ലോകം പലപ്പോഴും സ്നേഹിക്കുന്നത് കാര്യം കാണുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവസ്നേഹം അല്ലെങ്കിൽ അഗാപ്പേ ലവ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് സാക്രിഫിഷ്യൽ ലവ് എന്നാണ്. നാം സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹം. ഇന്ന് സ്നേഹം സ്വാർത്ഥപരമാണ്, അല്ലെ? മറ്റുള്ളവരിൽ നിന്ന് ചിലത് കൈക്കലാക്കുവാൻ, പണം കൈക്കലാക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ഇംഗീതങ്ങൾക്ക് വഴങ്ങുവാനോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവമക്കളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം അത് ഗ്രഹിക്കണം. അത് ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെയാ ഗ്രഹിക്കുന്നത്? ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, ആഴം എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ, അല്ലേ? അപ്പൊ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം അപ്പോസ്തലൻ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലാണ് നമുക്ക് സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ദൈവസ്നേഹത്തിന്റെ ആഴം സാക്ഷ്യങ്ങളിലൂടെ വിവരിക്കുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ ആഴം വചനത്തിലൂടെ വിവരിക്കുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ നീളം വചനത്തിലൂടെ വിവരിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ നീളം അവരുടെ അനുഭവത്തിലൂടെ വിവരിക്കുമ്പോഴൊക്കെ അന്യോന്യം നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇത് നമുക്ക് സന്തോഷത്തിന് കാരണമായി തീരും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. കൂട്ടായ്മ ഒരു ദൈവപൈതൃക ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. കോവിഡ് തുടങ്ങിയ കാലഘട്ടത്തിൽ സൂമും അതുപോലത്തെയുള്ള മീറ്റിങ്ങുകളും ഒക്കെ നമുക്ക് പ്രയോജനപ്പെട്ടു. സൂമിലൂടെ നമ്മൾ ആരാധന നടത്തി, കാര്യമൊക്കെ ശരിയാ. പക്ഷേ നാം ഒരുമിച്ച് കൂടുന്നതിന്റെ മാധുര്യം അത്രയ്ക്കൊന്നും പൂർണ്ണമായി ഇങ്ങനെയുള്ള മീഡിയാസിൽ കൂടെ ഒന്നും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മുതലാക്കാം. അതിന് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുമിച്ച് കൂടി വന്ന് അന്യോന്യം ഭാരങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം ചെയ്ത നന്മകളെ വിവരിക്കുമ്പോൾ നമുക്ക് ദൈവസ്നേഹത്തിന്റെ നീളത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഓ, ദൈവം ആ സഹോദരനെ സ്നേഹിച്ച സ്നേഹം, അല്ലെങ്കിൽ ആ സഹോദരിയെ സ്നേഹിച്ച സ്നേഹം, ദൈവം വിടുവിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ ആഴം എത്രമാത്രമാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ഈ വചനം പറയുമ്പോൾ പലരും അതിനെ ഇങ്ങനെ മാറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. അങ്ങനെയല്ല എബ്രായ ലേഖനത്തിലെ വാക്യം. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ എന്നല്ല, ഉപേക്ഷിക്കാതെ. അപ്പൊ ദൈവിക കൂട്ടായ്മ ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നതാണ്. അവിടെയുള്ള ദൈവാനുശുശ്രൂഷ മാത്രമല്ല, ആരാധന, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ ടൈപ്പ് സാക്ഷ്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ, രമ്യപ്രകടനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ 31 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: നിത്യസ്നേഹത്താൽ ദൈവം നമ്മളെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ, എവർലാസ്റ്റിംഗ് ലവ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇന്നത്തെ സ്നേഹം പലതും നിത്യമല്ല. കാര്യം കണ്ടു കഴിയുമ്പോൾ സ്നേഹം അവിടെ മുറിയും, അല്ലെങ്കിൽ കാര്യം സാധിക്കുകയില്ലെന്ന് മനസ്സിലാകുമ്പോൾ സ്നേഹത്തിന് അവിടെ ഭംഗം വരും. പക്ഷെ ദൈവം പറയുന്നു, യേശു പറയുന്നു, ഞാൻ എവർലാസ്റ്റിംഗ് ലവ്. ആ നിത്യമായ സ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമ്മളെ ഇനി വിട്ടുപിരിയുവാൻ ഒരിക്കലും താല്പര്യമില്ല. ദൈവം നമ്മളെ വിട്ടുമാറുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 10 അധ്യായത്തിൽ പ്രകാരം പറഞ്ഞത്, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. കരങ്ങളിൽ നിൽക്കുന്നിടത്തോളം നാം സുരക്ഷിതരാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, പിതാവിന്റെ മടിയിൽ നിന്ന് പിതാവിന്റെ കൈവിട്ട് ഇറങ്ങിപ്പോകുന്ന അനുഭവം. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിതാവിന്റെ കൈ പിടിച്ച് നടന്നിരുന്ന കുഞ്ഞെ പെട്ടെന്ന് കൈപിടിവിച്ച് റോഡിന്റെ അങ്ങേ ഓരത്തേക്ക് ഓടുമ്പോൾ വാഹനം വന്ന് അവനെ ഇടിച്ച് അവൻ നാശത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നു. എന്താ കാരണം? പിതാവിന്റെ കൈ വിട്ടോടുന്നു. പിതാവിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അവൻ സുരക്ഷിതനാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട, നമ്മൾ സുരക്ഷിതരാണ്. പക്ഷെ പലപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു നേച്ചർ നമുക്ക്, സ്വഭാവം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്നു. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി. അപ്പൊ അതുകൊണ്ട് ദൈവസ്നേഹത്തിലാണ് നമ്മൾ ഡോക്ടറേറ്റ് എടുക്കേണ്ടത്. ദൈവസ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് അങ്ങ് പോയാൽ, ദൈവസ്നേഹത്തിന്റെ നീളത്തെക്കുറിച്ച് അങ്ങ് ചിന്തിച്ച് ഒരു തീസിസ്, ഒരു പ്രബന്ധം തയ്യാറാക്കിയ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എഴുതിയാൽ തീരാത്ത രീതിയിലുണ്ട്.
നമുക്കറിയാം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണല്ലോ. യോഹന്നാൻ അപ്പോസ്തലനും പറയുവാൻ ഉള്ള പ്രധാനപ്പെട്ട ചിന്ത എന്താ? ദൈവസ്നേഹം, അല്ലെ? ദൈവസ്നേഹം, മറിച്ച് മറുവശത്ത് ലോകസ്നേഹം. അപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനും പഠിക്കുവാനും ദൈവമക്കൾ തയ്യാറാകുമ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്കും വന്ന് നമ്മളെ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ. മറ്റൊന്നും ഗ്രഹിച്ചില്ലെങ്കിലും ദൈവസ്നേഹത്തിന്റെ ആഴം ഗ്രഹിച്ചാൽ, ശദ്രക മേശക അബേദ്നെഗോ നമുക്കറിയാവുന്ന ബാലകന്മാർ അല്ലെ, അവര് ദൈവസ്നേഹത്തിന്റെ ആഴം അറിഞ്ഞവരാ. അതുകൊണ്ട് അവർ പറഞ്ഞു, വിടിവിച്ചാലും ഇല്ലെങ്കിലും. വിടിവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇനി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പൊരുത്തപ്പെടുവാൻ കഴിയുകയില്ല എന്ന് രാജാവിനോട് അവർ വളരെ ധൈര്യപൂർവം പ്രസ്താവിച്ചു. നമുക്കറിയാം അനന്തരഫലം. രാജാവ് പോലും ഭ്രമിക്കത്തക്ക രീതിയിൽ രാജാവ് തന്നെ പറയുകയാണ്, 3 പേരെ അല്ലേ നാം കെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ടത്, 4മതൊരുവൻ കെട്ടഴിഞ്ഞ് അവരോടുകൂടെ നടക്കുന്നത് ഞാൻ കാണുന്നു. ദൈവസ്നേഹം അവർ പ്രകടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ദൈവസ്നേഹം അവർ പ്രകടിപ്പിച്ചപ്പോൾ ദൈവത്തിന് സ്വർഗത്തിൽ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ മക്കളുടെ അടുക്കലേക്ക് അവൻ 4മനായി ഇറങ്ങി വന്നു എന്നുള്ള ചരിത്രം നമ്മുടെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിന് നേരെ വരുന്ന ചെറിയ 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 പ്രലോഭനങ്ങളുടെ മധ്യയൊക്കെ പലപ്പോഴും ഞാനും നിങ്ങളും നമ്മളുമൊക്കെ തെറ്റിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണാം. എന്നാൽ ആ ബാലകന്മാർ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയവരാ, നീളം മനസ്സിലാക്കിയവരാ, വീതി മനസ്സിലാക്കിയവരാ, ഉയരം മനസ്സിലാക്കിയവരാ. അവർക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്, ഇല്ല, ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ ഒരു പരിപാടിക്കും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല എന്ന് അവരെ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാൽ പൗലോസിന്റെ പ്രാർത്ഥന നമ്മെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. ദൈവം നമ്മെ കൂടെ ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ കാര്യമാണിത്. ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം അവ നാം വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ. അപ്പൊ വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണമെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നാം പങ്കാളികളായി. ആ കൂട്ടായ്മയാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ നിങ്ങൾ പ്രാപ്തരാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ലോകത്തിന്റെ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസവും ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നതും നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരണം. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ നിറഞ്ഞു വരണം? ദൈവത്തിന്റെ നിറവോളം. നമ്മൾ പലപ്പോഴും നിറയുന്നത് നമുക്ക് ഒരു തൃപ്തിയാകുന്ന ഒരളവ് വരെയാണ്. ഇത്രയൊക്കെ നിറഞ്ഞാൽ മതി. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഐ ആം ഫുൾ, ഐ ആം സാറ്റിസ്ഫൈഡ്, ഞാൻ തൃപ്തനായിരിക്കുന്നു. ഇതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്നല്ല. നമ്മൾ നിറഞ്ഞു വരേണ്ടത് ദൈവത്തിന്റെ നിറവോളം. ദൈവം നാം എവിടെ വരെ വളരുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ വരെ നാം വളരെ.
ദൈവത്തിന്റെ നിറവ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ലെവലൊക്കെ വെച്ച് ഇത്രയും കൊണ്ടൊക്കെ മതി, ഇതിനേക്കാൾ വലിയൊരു ആത്മീയ ജീവിതമൊന്നും വേണ്ട, ഇതിനേക്കാൾ വലിയൊരു ക്രിസ്ത്യ ജീവിതമൊന്നും വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ, അല്ല, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. പ്രിയ ദേവദാസൻ, പ്രിയ ദൈവമകൻ, പ്രിയ ദൈവമകൾ എവിടത്തോളം വളരണം, എവിടത്തോളം നിറയണം, ദൈവത്തിന്റെ നിറവോളം. അല്ലേ? നമ്മുടെ കാൽക്കുലേഷൻ അല്ല. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ദൈവം നല്ലതെന്നൊക്കെ പറഞ്ഞതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായം ഉൽപ്പത്തിയിലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി, ഭാരമായി. കാരണം മനുഷ്യനെ കുറിച്ച് ചില പ്രതീക്ഷ ദൈവത്തിനുണ്ടായി. എന്റെ നിറവോളം അവൻ നിറഞ്ഞു വരുമെന്ന്, എന്റെ ആഗ്രഹത്തോളം അവൻ വളരുമെന്ന് ഒക്കെ മനുഷ്യരെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ ദൈവത്തിന്റെ അളവോളം നിറഞ്ഞു വരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആദാമിന് കഴിഞ്ഞില്ല, അതിനുശേഷമുള്ളവർക്ക് കഴിഞ്ഞില്ല. അവരെല്ലാവരും ദൈവത്തിന്റെ നിറവോളം നിറയുന്നതിന് പകരം ദൈവത്തെ പോലെയായി തീരുവാൻ ശ്രമിച്ചതാണ് സാത്താന് തുടങ്ങി വന്ന പരാജയത്തിന്റെ കാരണമെന്ന് ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവ പൈതലിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പ്രതീക്ഷകൾ നമ്മിലൂടെ നിറവേറണം. അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് ദൈവമായ കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ അനന്യാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഭാഗത്തൊന്ന് സൂചിപ്പിച്ചു വിട്ടല്ലോ. അവൻ ദൈവത്തിന് വേണ്ടി എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ ഒരു ചിത്രം അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ ആരായി തീരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആഗ്രഹം ദൈവം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. ദൈവത്തിന്റെ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിൽക്കുന്ന ഈ ലെവലിൽ നിന്നാൽ പോരാ, അതിനേക്കാൾ ഉപരിയായി വളരുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിന്റെ നിറവിലേക്ക്, പൂർണ്ണതയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന നിറവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട്. എന്നിട്ടാണ് 20-21 വാക്യത്തിൽ കൺക്ലൂഷനായിട്ട് പറയുന്നത്, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വേദഭാഗം പലരും എടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുന്ന ദൈവമാണ്. കറക്റ്റ്, അത് ശരി തന്നെയാ. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിയുന്നവൻ തന്നെയാണ് നമ്മുടെ ദൈവം. പക്ഷെ അത് ആർക്കാണ്? അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെട്ടവർ, ക്രിസ്തു വിശ്വാസത്തിൽ ഹൃദയത്തിൽ വസിക്കുന്നവർ, ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവർ, ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴമേറിയ രീതിയിൽ മനസ്സിലാക്കി അത് പ്രായോഗികമാക്കുന്നവർ, ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരുന്നവർ. അങ്ങനെയുള്ളവർ ചോദിച്ചാൽ, കണ്ടിന്യൂവേഷനാണ്, എന്നാൽ ഇങ്ങനെയൊക്കെ ആയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിയുന്ന ഒരുവനെ നമ്മളിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട്. ഇനി അത് പുറത്തുനിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പൊ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിയുന്ന ദൈവിക തൃത്വം എന്നും ചിന്തിക്കുന്നതിൽ തെറ്റി. നമ്മുടെ ഉള്ളിലുണ്ട്. നാം ചെയ്യേണ്ട കാര്യം അതിനെ ഒന്ന് എലൈവാക്കിയാൽ മതി. നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തി പ്രാപിക്കുവാൻ പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ നമ്മൾ ശ്രമിച്ചാൽ
അങ്ങനെയെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്, നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പൊ ക്രിസ്തുയേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും ഉടമയാണ് നീ. പക്ഷെ ഈ ആത്മീക അനുഗ്രഹങ്ങളൊക്കെ നമ്മളിൽ ദൈവം പകർന്നു തന്നിട്ടുണ്ട്, അനുഗ്രഹിച്ചിരിക്കുന്ന എന്നാ പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. പക്ഷെ ഈ അനുഗ്രഹം പലപ്പോഴും അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തിയില്ല. സാധാരണ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നു. ഞാനും മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ വിശ്വാസികളായി ജീവിക്കാനാ താല്പര്യപ്പെടുന്നത്. പക്ഷെ ദൈവവചനം ആവശ്യപ്പെടുന്നത് വിശ്വാസി എന്ന് പറയുന്ന ഒരു ലേബലിൽ പൊരുത്തപ്പെട്ടു പോകാനല്ല, നീ ഒരു ശിഷ്യനായിരിക്കുവാനാ ദൈവാഗ്രഹം. യേശു തന്റെ അന്ത്യകൽപ്പനയിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ വിശ്വാസികളാക്കാനായി. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി തുടങ്ങിയപ്പോൾ ശിഷ്യരാകുക എന്നുള്ളതാണ്. വിശ്വാസികളാകാൻ ആർക്കും കഴിയും. ഒരർത്ഥത്തിൽ പറഞ്ഞ ലോകത്തിലെ ദൈവത്തെ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശ്വാസികൾ എന്ന് വിളിക്കാം. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുക ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് രാത്രി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു സ്ഥിരമായി ഹൃദയത്തിൽ വസിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നിയവരായി ഇരിക്കുന്നുവെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം അതൊക്കെ നമ്മൾ ഗ്രഹിക്കുന്നുവെങ്കിൽ, എങ്ങനെ ഗ്രഹിക്കാം? ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാദൃശ്യപാഠമായും അല്ലാതെയും നിഴലായും പൊരുളായും ഒക്കെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവം ഒന്ന് മാറ്റാം. ഇന്ന് പലപ്പോഴും പ്രാർത്ഥന എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, നമ്മളെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തില് അങ്ങനെയല്ലോ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാം. അപ്പച്ചനെ അനുഗ്രഹിക്കണമേ, അമ്മച്ചി അനുഗ്രഹിക്കണമേ, അല്ലെ, ചേട്ടനെ അനുഗ്രഹിക്കണമേ, ചേച്ചി അനുഗ്രഹിക്കണമേ. അനുഗ്രഹം അത്രയൊക്കെ മതി. പ്രാർത്ഥന ആരംഭത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ആഴമേറിയ ഒരു അളവിലേക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം ഹിതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, സ്വന്തം ഇഷ്ടത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ലൂക്കോസിന്റെ വിശേഷം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് 3 സ്നേഹിതന്മാരുടെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. തന്റെ അടുക്കൽ കടന്നു വന്ന സ്നേഹിതന് ഒന്നും ഭക്ഷിക്കുവാൻ കൊടുക്കാനില്ലാഞ്ഞപ്പോൾ ആ സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ അടുക്കിലേക്ക്, രാത്രിയിലാണ്, മിഡ് നൈറ്റ്, അർദ്ധരാത്രിയിലാണ് ചെല്ലുന്നത്. സ്നേഹിതനോട് പറഞ്ഞു, എനിക്ക് 3 അപ്പം വായ്പ തരണം, എൻ്റെ വീട്ടിൽ എൻ്റെ സ്നേഹിതനും വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം നമുക്ക് കാണാനുണ്ട്. അവൻ തനിക്ക് വേണ്ടിയല്ല അപ്പം ആവശ്യപ്പെട്ടു. ആർക്ക് വേണ്ടിയാ? തൻ്റെ സ്നേഹിതന് വേണ്ടി, അല്ലെ? പക്ഷേ സ്നേഹിതന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിൽ തനിക്കുള്ളതും ലഭിച്ചു എന്ന് ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥപരമായി പോകുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നുള്ളതിലേക്ക് പോകുന്നു. സ്വസ്നേഹികളായി നാം തീരുന്നു. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. സ്വസ്നേഹം, എൻ്റെ പ്രാർത്ഥനയും എനിക്കും
എൻ്റെ കുടുംബത്തിനും മാത്രമാണ് എന്ന് ഉള്ളതാണെങ്കിൽ അതൊരു സ്വസ്നേഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വളരാം. ദൈവവചന ധ്യാനത്തിൽ നമുക്ക് വളരാം. ദൈവ സ്നേഹത്തെക്കുറിച്ച് ആഴമേറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവസ്നേഹത്തിൽ വേരൂന്നിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അടിസ്ഥാനപ്പെട്ടവരായി നമുക്ക് നിലനിൽക്കാം. ദൈവത്തിന്റെ നിറവോളം നമുക്ക് നിറഞ്ഞു. ആരുടെ നിറവോളം? ദൈവത്തിന്റെ നിറവ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലെ നമുക്ക് നിറഞ്ഞു വരുവാൻ കഴിയുന്നു എങ്കിൽ അവസാനത്തിൽ പറയുന്നത് പോലെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യും. ആത്മീയമായി അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇത്രയും അടുത്തിരിക്കുന്ന, സോ ക്ലോസ്, വളരെ വളരെ അടുത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറകളെ ദൈവം ആത്മാവിൽ അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിറയ്ക്കും. ദൈവിക കൃപകളാൽ നിറയ്ക്കും. ദൈവിക വരങ്ങളാൽ നിറയ്ക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവമൊന്നും നമുക്ക് മാറ്റാം. ഈ ലോകത്തിൽ നേടി ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്ന വിഷയങ്ങൾക്ക് ഊന്നൽ നൽകാതെ ദൈവ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന, ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ജാഗരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യകരമായി തീരുവാനായിട്ടിടയായി. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസിന്റെ പ്രാർത്ഥന എന്റെയും പ്രാർത്ഥനയായി. എന്നെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ സഭയെക്കുറിച്ചും എൻ്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരെ കുറിച്ചും എനിക്ക് ആഗ്രഹം ഇതാണ്: അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടും. വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനുവരി 1 പിറന്നപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, 14 വയസ്സുകാരൻ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു തുടങ്ങിയതാണ്. ഇന്ന് വരെ തീർന്നിട്ടില്ല. മനുഷ്യന് സ്നേഹമില്ല എന്നതിന്റെ എത്രയോ തെളിവുകൾ അനുദിനവും നമ്മൾ വായിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചല്ലോ, ഒരു നേഴ്സും കണ്ട് കുഞ്ഞുങ്ങളും ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? സ്നേഹിപ്പാൻ അവർക്ക് ആരുമുണ്ടായില്ല. വല്ലാത്തൊരു ലോകം. ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടെ പറയാം: കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടും. എനിക്ക് ദൈവസ്നേഹത്തിൽ വേരൂന്നണം. എനിക്ക് അടിസ്ഥാനപ്പെടണം. ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കും. പൂർണ്ണമായി ക്രിസ്തുവിന് വസിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ വിട്ടുകൊടുക്കുന്നു. നമ്മൾ യേശു രക്ഷിതാവും കർത്താവുമായി ഒക്കെ അംഗീകരിച്ചവരെ, പക്ഷെ പലപ്പോഴും ക്രിസ്തുവിനെ എപ്പോഴും നമ്മൾ വസിക്കുവാൻ കഴിയാത്ത ചില അനുഭവം. നമുക്ക് മടങ്ങി വരാം. സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും മനസ്സിലാക്കാം. ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുന്ന, നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ തുടർന്നും സഹായിക്കും, അനുഗ്രഹിക്കും. പൗലോസിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയത്തെ കുറിച്ച് പ്രിയ ദൈവദാസൻ സംസാരിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ വാക്യങ്ങൾ കാണാപാഠം പറയാൻ വത്സ സിസ്റ്റർ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. വത്സ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്ന് പറയാം. കേൾക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരിക്കലാവാം കേട്ടോ. ഇല്ലെങ്കിൽ ഇന്ന് പറയാം. തെറ്റിയാ കുഴപ്പമില്ല. അല്ല, ഞാന് പറഞ്ഞോളാം. ബ്രദർ ഹെൽപ്പ് ചെയ്യണ്ട, ആരെയും ഹെൽപ്പ് ചെയ്യണ്ട. ഞാൻ കർത്താവ് അവൻ എന്നൊക്കെ പറയുന്നിടത്ത് ചിലപ്പം കർത്താവ് എന്നാ പറയുന്നത്.
ഞാൻ അതുകൊണ്ട് എന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, ഡോണ്ട് വറി, അറിയണ പോലെ അല്ല പറയാം. അല്ലല്ല ഇതിനു മുമ്പൊന്നും ഇങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ശേഷമാണ് പറയുന്നത്. ഇത് എനിക്ക് ജീവനാക്കി തന്ന് എപ്പോഴും ഞാൻ കൊലോസ്യ ഇതിനെ സന്തോഷത്തോടെ ഇത് എന്റെ ജീവനാക്കി, വചനം ജീവനാക്കി തന്നുകൊണ്ടാണ്, എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടാണ്. ഇത് കാണാതെ പഠിച്ചതല്ല, എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. അല്ലാതെ എനിക്ക് കാണാതെ പഠിച്ചാൽ ഒന്ന് മറന്നുപോകും. അതുകൊണ്ട് അത് ദൈവം സഹായിക്കുന്നെന്ന് മാത്രം അറിയാം. അത് ദൈവം കൃപ തരുന്നതനുസരിച്ച് ഞാൻ പറയാം. അത് എങ്ങനെയാ പറയുന്ന, ദൈവം തന്നെ കൃപ തരട്ടെ. ഞാനല്ല, ക്രിസ്തുവിന്റെ കർത്താവിൽ ആശ്രയിക്കുന്ന സ്തോത്രം. ഓക്കെ, കൊലോസ്യ 1-ാം ലേഖനം. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും കൊലോസിലുള്ള സഹോദരങ്ങൾ, കൊലോസിലുള്ള വിശ്വസ്തന്മാർക്കും സകല അതും തൊട്ട് പറയാട്ടോ. സോറി കുഴപ്പമില്ല സിസ്റ്ററെ, ഡോണ്ട് വറി, ഇല്ല ടെൻഷൻ ആവണ്ട, സാവകാശം പറഞ്ഞാൽ മതി. ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായ പൗലോസും കൊലോസിലുള്ള സഹോദരനായ തിമോത്തിയോസിനും കൊലോസിലുള്ള വിശുദ്ധന്മാർക്കും സകല വിശ്വസ്ത സഹോദരന്മാർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്താൽ നിങ്ങൾ കേട്ടിരിക്കുന്ന സ്വർഗത്തിൽ സംഭരിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെയും നിങ്ങൾക്ക് വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ ലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കിലും എത്തി. നിങ്ങൾക്ക് ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാം മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ ലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. ഇത് കേട്ട നാൾ മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും യേശുക്രിസ്തുവിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിനും നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ട് കർത്താവിന്റെ മഹത്വത്തിന്റെ ബലത്തിനൊത്തവണ്ണം ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്ക് ആദ്യനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായിട്ടുള്ളതും അദൃശ്യമായിട്ടുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും കർത്താവ് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് മുഖാന്തരം കർത്താവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് സർവത്തിനും മീതെയുള്ളവൻ, സകലത്തിനും ആധാരമായിരിക്കുന്നു. കർത്താവ് ശരീരമാവുന്ന സഭയുടെ തലയാവുന്നു. കർത്താവ് താൻ മുൻപനാകേണ്ടതിന് കർത്താവ് ആദ്യനും മരിച്ചവരുടെ ഇടയിൽ മരിച്ചവരുടെ ഇടയിൽ ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. കർത്താവിൽ സർവ്വസമ്പൂർണതയും വസിക്കേണ്ടതിന് കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും കർത്താവിനെയും കൊണ്ട് തന്നോട് നിരപ്പിക്കാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ നിങ്ങൾ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാവുന്നവർ ദൈവത്തിന്റെ ശത്രുക്കളുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഇപ്പോൾ
അവൻ കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് കർത്താവ് തന്റെ ജഡശരീരത്തെ തന്റെ മരണത്തോട് നിരപ്പിച്ചു. മരിച്ച് തന്റെ ജഡശരീരത്തെ തന്റെ മരണത്തോട് നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സർവ്വ സൃഷ്ടിക്കും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ സ്ഥിരതയുള്ളവരും അടിസ്ഥാനമുള്ളവരും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് കർത്താവിന്റെ സഭയുടെ ശരീരമാവുന്ന സഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ സഭയാവുന്ന ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവൃത്തിയാക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷനായി തീർന്നിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം, ആ മർമ്മം എങ്കിലും ഇപ്പോൾ കർത്താവിന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ആ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് വെളിപ്പെടുത്തേണ്ടതിന് ഇപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി. ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അവരോട് കർത്താവിനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനോട് പ്രബോധിപ്പിച്ച് ഏത് മനുഷ്യനെ ഉപദേശിച്ചും പരിജ്ഞാനത്തോടെ ഉപദേശിച്ചും ഏത് മനുഷ്യനെ സകല ജ്ഞാനത്തോടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ ഇപ്പോൾ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് ഇപ്പോൾ ഞാൻ അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തോണം പോരാടി അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മനോഹരമായി കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യം വരെ പറയാൻ സാധിച്ചു. ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ അവൻ എന്നുള്ളിടത്ത് കർത്താവ് പറഞ്ഞു, അല്ലാതെ മെയിൻ ആശയത്തിന് വ്യത്യാസം വരാതെ പറയാനായിട്ട് സാധിച്ചു. എന്തായാലും ഇതൊരു വലിയൊരു അധ്വാനത്തിൻ്റെയും ഫലമാണ്. പെട്ടെന്ന് ഇത്രയും നീണ്ട ഒരു അധ്യായം കാണാപ്പാഠം പറയാൻ പറ്റില്ല. നമുക്ക് റോസ സിസ്റ്റർക്കും വളരെ അത് കാണാപ്പാഠം പറയാൻ കർത്താവ് കൃപ കൊടുത്തു. ഇപ്പോൾ അതുപോലെ തന്നെ സിസ്റ്റർക്കും അത് ഞാൻ ഇതിന്റെ എന്തെങ്കിലും വിട്ടുപോയോ? ഏതെങ്കിലും ഇല്ല വീട്ടില് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു ഇതെല്ലാം അതിൽ കബറത് ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചില വാദത്തിന്റെ വക്കം തന്നെ ഉള്ളൂ. പക്ഷെ മെയിൻ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇത്രയും മനോഹരമായിട്ട് സിസ്റ്റർ പറയുന്നു വിചാരിച്ചില്ല. ദൈവത്തിന് മഹത്വം. അയ്യോ, എനിക്ക് ഒരു വാക്ക് പറയാൻ അറിയത്തില്ലായിരുന്നു. ഒരു വാക്ക് ഞാൻ ഒന്നും കാണാതെ പഠിക്കുന്ന ഒരു സ്വഭാവമില്ല. എനിക്ക് ഇഷ്ടമല്ല. കാണാതെ പഠിച്ച മറന്നു പോവുകയാണ്. ഞാൻ എപ്പോഴും കാണാതെ പഠിക്കുമ്പോൾ മറന്നു പോകുന്നു. അന്നേരം എന്റെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞു കഴിഞ്ഞപ്പോഴാ ഇത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു. ഞാൻ ബ്രദറിനോട് ആ സാക്ഷ്യം പറഞ്ഞല്ലോ. കാരണം ഇത് ആദ്യത്തെ വാക്യം എന്നെ ഞാൻ വിശ്വസ്തനല്ലല്ലോ കർത്താവേ എന്ന് ഓർത്ത് ഞാൻ ഇന്നും കരയാറുണ്ട്. എന്നെ കർത്താവ് വിശുദ്ധരാക്കി വിശ്വസ്ത സഹോദരി എന്ന് പറയാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. അതിന് ഞാൻ ഒന്നുമായിട്ടല്ല. ഞാൻ എൻ്റെ വിശ്വസ്തമായിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ലെന്ന് ഓർത്ത് തകർന്നിരിക്കും എപ്പോഴും. ഇത് പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അതിനെ ഓർത്ത് കരയാറുണ്ട്. പിന്നെ പ്രത്യാശ നിമിത്തം ഞാൻ എൻ്റെ മകളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെടുത്തിട്ട് പ്രത്യാശ നിമിത്തം
കർത്താവിന്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്ന നങ്കൂരം നമുക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ പ്രത്യാശയാണ് സ്വർഗത്തിൽ സംഭരിച്ചിരിക്കുന്നത്, സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കുന്നത്. ആ പ്രത്യാശ നിമിത്തം അന്നേരം കർത്താവിലുള്ള വിശ്വാസത്തെ, അന്നേരം സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയൊക്കെ കുറിച്ച്, സ്നേഹമല്ലാതെ ഒന്നുമില്ലല്ലോ, എന്ത് ചെയ്താലും സ്നേഹത്തിലായിരിക്കണമല്ലോ. അതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഞരങ്ങിയും പ്രയാസപ്പെടുകയും, കർത്താവ് എന്ത് സ്നേഹമുണ്ട്, എങ്ങനെയുണ്ട്, ഒന്നും അറിയുന്നില്ല, കർത്താവിനറിയാം, കർത്താവിന്റെ കയ്യിൽ ആ സ്കെയിലെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞരങ്ങി പ്രാർത്ഥിക്കും. അന്നേരം ഈ യഥാർത്ഥമായ ദൈവകൃപയെ കുറിച്ചിട്ട് നിങ്ങൾ ഫലം കായ്ച്ചു വർദ്ധിച്ചു ഒക്കെ വരണമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇത് വായിച്ചു. പക്ഷെ അതിന് ശേഷം ഈ 9-ാമത്തെ വാക്യം, 8 വാക്യം വരെ എനിക്കത് മനസ്സിലാക്കി ആതിരുന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഞാൻ അതാ ബ്രദറിനോട് പറഞ്ഞു, ആദ്യത്തെ 9 വാക്യം എനിക്ക് പറ്റത്തില്ല. പക്ഷെ അതിന് ശേഷമുള്ളത് അന്നാക്കണ്ടത്തിൽ ആന്റി പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴ് കുറച്ച് നാളായി, ഇപ്പൊ 2010-ലോ 12-ലോ അങ്ങാണ്ട് ആന്റി ഇതിനെ കുറിച്ച്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് കർത്താവിനെ അത് താഴോട്ട് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി അതിനെ സ്തോത്രം ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഉള്ളിൽ കയറി അന്ന്. പക്ഷെ ഇത് ഇപ്പൊ എന്റെ പ്രാർത്ഥന, ഇപ്പം പാസ്റ്റർ ബാബു മോസസ് പറഞ്ഞ മാതിരി പൗലോസിന്റെ ഒരു നല്ലൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലാണ് ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറെ നാളായിട്ട്. അല്ലാതെ ഭൂമിയിലുള്ളതും ചപ്പും കുപ്പും ഗാർബേജും ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ദൈവം കൃപ തന്നു. 2014 ശേഷം ആത്മീയമായിട്ട് വളരാനും മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അല്ല, കർത്താവ് തന്ന കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെതാണ്. അവരും ആത്മീയമായിട്ട് വളരണം, വേറൊന്നുമല്ല. ഈ കൊലോസ്യൻ ലേഖനം ഇച്ചിരി കട്ടിയുള്ള ഒരു ലേഖനമാണെന്ന് മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അത് ഹോളി സ്പിരിറ്റ് തന്നെ ഇത് അടുക്കും ചിട്ടയോടെ ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റോമൻസ് ഒക്കെ വായിക്കുമ്പോൾ അല്പം മാത്രമേ, കൊലോസ്യന് വന്നപ്പോഴാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണ് നടക്കുന്നത്. അന്നേരം വേഷത്തില്, നടപ്പില്, പ്രവൃത്തിയിലെല്ലാം കർത്താവിന് യോഗ്യമാകണം. പിന്നെ സകല ജ്ഞാനത്തിലും വിവേകത്തിലും, അന്നേരം കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളരണം എന്നുള്ളത്, അത് കർത്താവിന്റെ പരിജ്ഞാനം ഹൈ സ്റ്റാൻഡേർഡാണ്, ഹൈ ലെവലാണ്. സകല സൽപ്രവൃത്തിയില്ല, ദൈവമേ ഞാൻ ഒരു സൽപ്രവൃത്തി, എന്ത് സൽപ്രവൃത്തി ചെയ്യുന്നു, കർത്താവ് നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ എഫേസ്യൻ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് ബ്രദർ പാസ്റ്റർ പറഞ്ഞ മാതിരി. പിന്നെ സകല സഹിഷ്ണുത, അതെനിക്ക് ഒട്ടുമില്ലല്ലോ കർത്താവേ. അങ്ങനെ കിടന്ന് സഹിഷ്ണുത വേണം, ദീർഘക്ഷമ വേണം, ക്ഷമയുണ്ടായിട്ട് വേണമല്ലോ ദീർഘക്ഷമ വേണ്ടേ. ഇതിലൊക്കെ ഞാൻ ഞരങ്ങുവാണ്, കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന. എന്നാലും എൻ്റെ ജഡത്തിലൊക്കെ അല്പമൊക്കെ വ്യത്യാസം ദൈവം കൃപ വന്ന് തരുന്നുണ്ട്. പലയിടത്തും പരാജയപ്പെടും, എങ്കിലും കർത്താവ് കൃപ അങ്ങനെ വന്നപ്പോഴാണ് ദേവദാസൻ ഈ ബൈബിൾ ക്ലാസ് ഒത്തിരി മാസങ്ങളെടുത്ത്. കഴിഞ്ഞ ജാനുവരി 23-ാം തീയതി ഞങ്ങളുടെ വീട്ടില്, ഞാൻ അമേരിക്കയിലാണല്ലോ, നെയ്ബറിന്റെ ഈ കർത്താവിന്റെ ആനുത്യം, അതായത് 15-ാം വാക്യം തൊട്ട് 19 വരെ ഉള്ളതിനെ പറ്റി, പ്രത്യേകിച്ച് 15-ഉം 16-ഉം 17-ഉം ഒരാഴ്ച, 1-2 ആഴ്ച എടുത്തെന്ന് തോന്നുന്നു. അതെടുത്തപ്പോഴ് എനിക്ക് ഈ കർത്താവിന്റെ എന്തോ അതിന്റെ മലയാളം എനിക്കറിയില്ല, അതിന്റെ സൂപ്പർ മേഴ്സി എന്ന് പറയും, സൂപ്പർ മേഴ്സി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കർത്താവ് സർവത്തിനും എല്ലാത്തിനും സൂപ്പർ എന്നുള്ള വാക്കല്ല പറയണ്ടേ, അതിനേക്കാൾ എല്ലാത്തിൻ്റെയും സോവറിനിറ്റിയിൽ ആയിരിക്കുന്ന ദൈവത്തെ പറ്റി പറയുകയും, കർത്താവ് എല്ലാത്തെയും സൃഷ്ടിക്കപ്പെട്ടു, കർത്താവിനായും സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഭൂമി 23 ഡിഗ്രി തൂക്കിയിട്ടേക്കുന്നതും, പിന്നെ ഈ എലമെന്റ്സ് എല്ലാം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ തൊട്ട്, നമ്മൾ ഈ ഓക്സിജൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ എയറില് കർത്താവ് എല്ലാത്തിനെ കൺട്രോൾ, ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇത് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ. ഈ ഓക്സിജൻ തന്നെ ഇച്ചിരി കൂട്ടിക്കഴിഞ്ഞാൽ 1%, ഞാൻ ലാബിൽ വർക്ക് ചെയ്ത ഒരാളാണ്, അന്നേരം ഒരു 0.1% കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ തീർന്നു.
ഏഹ് അതുവരെ കർത്താവ് ഈ എലമെന്റ്സ് എന്തുമാത്രം എലമെന്റ്സ് ഏറിക്കിടക്കുന്ന, എന്തുമാത്രം വൈറസ് ഏറിക്കിടക്കുന്ന, അന്നേരം ഇതൊക്കെ കർത്താവിന്റെ കൺട്രോളിലാണല്ലോ. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ ഇരിക്കുമ്പോൾ വൈകിട്ട് ഞാൻ ഇച്ചിരി ചായ എടുത്ത് ഇതെന്റെ ഉള്ളിൽ പതിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ആ ഡൈനിങ് റൂമിൽ ഇടയ്ക്ക് എല്ലാ ദിവസവും പോയിട്ടില്ല, അവിടെ പോയിരുന്ന് ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല പൊക്കത്തിലാണ്. നല്ല സൺസെറ്റ് കാണും, നല്ല ബ്യൂട്ടിഫുൾ, ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സൺസെറ്റ്, സൺറൈസും സൺസെറ്റ് ഞങ്ങൾക്ക് നല്ലോണം കാണാം. അന്നേരം ഇതെല്ലാം കണ്ട് ഞാൻ അങ്ങ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് കർത്താവെ സകലത്തെ ആകാശത്തെയൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ സൃഷ്ടിയെ ഞാൻ വന്ദിക്കുമായിരുന്നു ഇത് കിട്ടിയ സമയം തൊട്ട്. അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ ഇരുന്ന ദിവസമാണ് ആ ദിവസം രാത്രി 1 മണിക്ക് ഞങ്ങളുടെ നെയ്ബർ ഒരു ജൂയിഷാണ്, ജൂയിഷിന്റെ ഒരു ചെറുപ്പക്കാരെ കപ്പിളാണ്. അവര് നല്ല ഒത്തിരി മക്കളെ നല്ല ഫാമിലിയാണ്. അവര് കൂടുതൽ മക്കള് ജനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായോണ്ട് അവര് ആ വീട് അങ്ങ് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് പണിയുവാണ്. ഭയങ്കര ബാബിലോണിന്റെ കണക്കാ, വലിയ ഭയങ്കര പൊക്കത്തില്. അന്നേ എൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ ഗവൺമെന്റിലെ എഞ്ചിനീയറിങ് ഇതിന്റെ എല്ലാം വലിയൊരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ്. അന്നേരം ഹസ്ബൻഡ് അന്ന് അവനോട് ഒരു അഡ്വൈസായിട്ട്, പുള്ളി പൊസിഷനൊന്നും പറയത്തില്ല ആരോടും, പുള്ളിയുടെ പൊസിഷനോ ജോലി ചെയ്യുന്ന കാര്യമോ ഒന്നും അങ്ങനെ ഐഡന്റിറ്റി കൊടുക്കാറില്ല. അന്നേരം പറഞ്ഞ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടത്തില്ല, വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന്, പെർമിറ്റ് കൊടുക്കത്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവന് ആ ചെറുപ്പത്തിന്റെ ഇതായോണ്ട് അവന് ഇപ്പൊ ഈ ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ലോയൊക്കെ മാറ്റി വെക്കുമ്പോൾ അതങ്ങനെ ശരി, അവരുടെ ഏജന്റ് ആയിരിക്കും. എനിവേ പുള്ളി പണിത് ബാബിലോണിന്റെ കണക്ക് ഭയങ്കര പൊക്കത്തിലങ്ങ് പണിതപ്പം വർക്ക് സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ വർക്ക് കുറെ നാള് വർക്ക് ചെയ്യാതെ കിടക്കുമായിരുന്നു അവർ ഫാമിലി. അന്ന് ഇവിടെ ഭയങ്കര ഫ്രീസിങ് തണുപ്പാണ് ഞങ്ങൾ താമസിക്കുന്നത്. ജാനുവരി 23 രാത്രി അന്ന് അവിടെ ഹീറ്റർ വെച്ചെന്ന് അവൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേ. ആ ഹീറ്റർ എക്സ്പ്ലോഡ് ചെയ്താണോ എന്തോ ഫയർ പിടിച്ചു പെട്ടെന്ന്. നാട്ടിലാണെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുകളാണ്, ഞങ്ങളുടെ ഇവിടെ എല്ലാം തടി കൊണ്ടുള്ളതാണ്, കാലിഫോർണിയ കത്തുന്ന മാതിരി. ഇത് ജാനുവരിയിലാണ് അവിടുത്തെ കത്തൽ കഴിഞ്ഞ് അന്ന് കത്തി. അന്നേരം എൻ്റെ ഹസ്ബൻഡ് 1 മണിക്ക് എന്നെ വിളിച്ചു. മനസ്സിലായി. അവിടെ പുള്ളി ആദ്യം പൊട്ടലും ചീറ്റൽ ഇതൊക്കെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് എന്ത് പറ്റി, ഞങ്ങളുടെ വീട്ടിന്റെ ഹീറ്റർ ആണോ എന്നും പറഞ്ഞ് താഴെ പോയി നോക്കി, അപ്പുറത്തെ റൂമിൽ പോയി എല്ലായിടും നോക്കിയിട്ട് കണ്ടില്ല. അവസാനം പുറത്തോട്ട് നോക്കിയപ്പോൾ ഫയർ ട്രക്കും അതുപോലെ ഫ്ലാഷ് ചെയ്ത് കിടക്കുന്നു. അപ്പോഴ് ഹസ്ബൻഡ് ഇങ്ങനെ എന്തുവാന്ന് നോക്കിയപ്പോൾ ഫയറാണ്. അന്നേരം എന്നെ വിളിച്ചുണർത്തി എഴുന്നേക്കാൻ പറഞ്ഞു. അമേരിക്കയിലെ ഫയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ എല്ലാം കരിഞ്ഞ് ചാരമാകുമല്ലോ. അന്നേരം ഞാൻ ഈ ഫയർ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല, കാരണം പുറത്ത് അങ്ങ് ദൂരെയാണ്. അതിന് ഫയർ ഫൈറ്റേഴ്സ് ഇഷ്ടംമാതിരി ഇവിടെ വന്ന് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യും, എല്ലാം ക്ലിയർ ചെയ്യും പെട്ടെന്നല്ലേ. അന്നേരം ഞാൻ ഈസി മട്ടില് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ച്, എനിവേ ഭയങ്കര തണുപ്പാണ് പുറത്ത്, ഫ്രീസിങ് -ഡിഗ്രി ആണ്, ഐസിക്കിളായിട്ട് കിടക്കും, ഐസാണ്. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് പോകേണ്ടി വരുമായിരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം ഞാനും എൻ്റെ പാസ്പോർട്ടും അങ്ങനെയുള്ള പാസ്പോർട്ടും ബാഗ് മാത്രം എടുത്ത്, ഫോണും എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോകണം. ഫയർ ഫൈറ്റേഴ്സ് എല്ലാം വന്നു, അവര് അവിടുന്ന് ആ ഡയറക്ഷനിലാണ്. പക്ഷെ ഞാൻ ഈ അമേരിക്കയിൽ ഇത്രയും വർഷം ഉണ്ടെങ്കിൽ ഫയറൊക്കെ ഈ TV-യിൽ കാണുന്നതല്ലാതെ സ്വന്തം കണ്ടപ്പോഴാണ് ഇതിന്റെ എന്തുവാണെന്ന് മനസ്സിലാവുന്നത്. അന്നേരം ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പുറത്തിറങ്ങി, പുറത്തും ബാക്കിൽ കുറേ ദൂരം ചെന്നിട്ട് ആ ഹീറ്റ്, ഭയങ്കര ഹീറ്റാ, ഇത്രമാത്രം ഹീറ്റ് വരും ഈ തണുപ്പത്ത്, ഫ്രീസിങ്, വിറയ്ക്കുന്ന ടെമ്പറേച്ചർ, -സെൽഷ്യസ് എനിക്കറിയത്തില്ല, ഫാരൻഹീറ്റ് മൈനസ് ആണ്. എന്നിട്ട് അതിനേക്കാളും മൈനസാണ് സെൽഷ്യസിൽ എത്ര -10 ഡിഗ്രി ഒക്കെ ആവും. അങ്ങനെ ദൂരെ നിന്നിട്ട് ഈ ഹീറ്റിന്റെ അന്നേരം ഞാൻ ഈ ഫയർ ഫൈറ്റേഴ്സിന്, കർത്താവേ ഇവരോട് കരുണ കാണിക്കണേ, ഫയർ ഫൈറ്റേഴ്സിനെ ഓർത്ത് സങ്കടപ്പെടും, ഇവരെങ്ങനെ ആ ഹീറ്റിൽ അങ്ങനെ നിൽക്കും.
എനിവേ എൻ്റെ ഹസ്ബൻഡ് ചാച്ചാന്നാ വിളിക്കുന്നത്. പുള്ളിയൊക്കെ പറഞ്ഞ ഇത് അയ്യോ അവരുടെയൊക്കെ പറ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഞാൻ അത് കത്തി മറ്റേത് കത്തിക്കഴിഞ്ഞു, കാറ് കത്തിക്കഴിഞ്ഞു, ബോട്ട് ഞങ്ങളുടെ വീടിന്റെ ബോർഡറിലാണ് ഇവിടെ ഷെഡുകൾ, ഒത്തിരി സ്റ്റോറേജ് ഷെഡുകൾ വെച്ചേക്കുന്നത്. അത് ഈസിയായിട്ട് അവിടെ എല്ലാം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് തടികളും എല്ലാം കൊണ്ട് നിറഞ്ഞഴിക്കും അവരുടെ വീട് കംപ്ലീറ്റ്. കണ്ടമാനം വീടിന്റെ സ്റ്റോറേജ് ഞങ്ങളുടെ വാളിനോട് തൊട്ടടുത്ത് ചേർന്ന് വെച്ചേക്കോ. അന്നേരം ഇങ്ങോട്ട് ഇത്ര പെട്ടെന്ന് മിനിറ്റ്സുള്ളിൽ ഫയർ പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴും ഞാൻ കർത്താവേ കരുണ കാണിക്കാം. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറയുവാണ്, പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കാറ്റുണ്ടായ തീർന്നെന്ന്. അന്നേരമാണ് ഈ വചനം എന്നോട് ക്രിയ ചെയ്തത്. കർത്താവെ സകലത്തെയും കർത്താവ് കൺട്രോൾ ചെയ്യുന്ന ഹി ഹോൾസ് ഓൾ തിങ്സ് എന്നുള്ള ഇംഗ്ലീഷില് പറഞ്ഞു. സർവത്തിന്റെ മീതെയുള്ളവൻ സകലത്തെയും കർത്താവ് കർത്താവെ കരുണ കാണിക്കണേ എന്നും പറഞ്ഞു ഞാൻ സങ്കടപ്പെട്ട്. എന്ന് പറഞ്ഞാൽ വീട് കത്തിക്കരിയുന്നെന്ന് പറഞ്ഞാല് ഞങ്ങൾ 22 വർഷമായിട്ട് വീടിന്റെ അല്ല, എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആ കരിഞ്ഞ് ചാരമാവുന്ന നമുക്ക് പെട്ടെന്നുള്ള സംഭവം, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. അതോടുകൂടി കർത്താവെ കാറ്റുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട് ഒരു ചെറിയ കാറ്റുണ്ടെങ്കിൽ. ഞാൻ നോക്കിയപ്പോൾ ഐസക്കിൾ നിൽക്കുന്ന ട്രീ വരെ പച്ച മരം കത്തുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങളുടെ മരമാണ്, അതെല്ലാം പച്ച പൈൻ മരങ്ങൾ കത്തുന്നു. വീടിന്റെ ഷെഡെല്ലാം കത്തും. ബോട്ട് കത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവര് ബോട്ടെങ്കിലും, എന്നിട്ട് എവിടെ സ്പ്രേ അടിക്കുന്നത് അവര്. അന്നേരമാണ് ഹസ്ബൻഡ് പറയുന്നത്, നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്ത് അവര് സ്പ്രേ അടിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ എന്നോട് പറയുന്നത്. ചാച്ച ഞാൻ ഒരു സ്പ്രേയും കാണുന്നില്ല, ഞാൻ ഒരു വെള്ളം ഒഴിക്കുന്നതും കാണുന്നില്ല. ഒന്നാമത് ഇവര് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് റോഡാണ്, അവിടുത്തെ ഫയർ ഹൈഡ്രന്റ് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ ഹസ്ബൻഡാ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഇവരിതെല്ലാം സെറ്റപ്പ് ചെയ്ത് അപ്പോഴത്തേക്ക് വീടെല്ലാം കത്തിക്കരിഞ്ഞ് പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം സ്പ്രേ ചെയ്യാൻ ഞാൻ പറഞ്ഞു. സ്പ്രേ ചെയ്യുന്നു ഞാൻ ചാച്ചനോട് പറയൂ. പുള്ളി വീഡിയോ എടുക്കുന്ന ധൃതിയില്ല. ഞാനിവിടെ കിടന്ന് എൻ്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, അതൊന്ന് പറയണുള്ളൂ. എനിവേ പുള്ളിക്ക് അറിയാം അവരെന്താ ചെയ്യാൻ പോകുന്നത്. ഹസ്ബൻഡ് ഇതൊക്കെ ഡീൽ ചെയ്ത് ആളാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിവേ അവര് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങ് മേടീന്ന്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, തീയെ കാണുന്നുള്ളൂ. എനിവേ കൃപയാല് ഒന്നും പറ്റില്ല. അവിടെ ഐസിലെല്ലാം എൻ്റെ ഹസ്ബൻഡും വീണ്, ഫയർ ഫൈറ്റേഴ്സിന്റെ ചീഫായിട്ടുള്ളൊരു കമ്മീഷണർ ആണോ ചീഫ്, പുള്ളിയും വീണ്. എന്നാലും ഒന്നും പറ്റിയില്ല. എൻ്റെ ഹസ്ബൻഡ് പുല്ലയിലോട്ടാ വീണ്.